ഓക്കെ, സോ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോണുകൾ ഇറക്കുന്ന കമ്പനീസിൻ്റെ ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഒരുപാട് കമ്പനീസ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫോണുകൾ ഇറക്കുന്ന കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ എനിക്ക് ഉറപ്പുണ്ട് ഷോർട്ടായിട്ട് ആ ടോപ്പിൽ അറ്റ്ലീസ്റ്റ് ലേറ്റസ്റ്റ് ഒരു ട്രെൻഡ് നോക്കുമ്പം അതിൻ്റെ ടോപ്പിൽ, ആ ലിസ്റ്റിൻ്റെ ടോപ്പിൽ മിക്കവാറും റിയൽമി എന്ന കമ്പനിയായിരുന്നു. കാരണം ഇഷ്ടം പോലെ ചറവറ ഫോൺസാണ് ഇറക്കുന്നത്, എല്ലാം പ്രൈസ് കാറ്റഗറിയിലും. മെയിൻലി എനിക്ക് തോന്നുന്നത് ഈ ഒരു ബഡ്ജറ്റ്, മിഡ് റേഞ്ച്, പ്രീമിയം മിഡ് റേഞ്ച്, ഈ കാറ്റഗറിയിൽ ഇഷ്ടം പോലെ ഫോൺസാണ് ഇറങ്ങിയത് റിയൽമിയുടെ സൈഡിൽ നിന്ന്. ചില ഫോണുകൾ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്, പിന്നെ കുറേ ഫോൺസ് ഉണ്ട് ആരും അത്രയും നോട്ടീസ് ചെയ്യാറില്ല, പക്ഷേ മാർക്കറ്റിലുണ്ട്. കഴിഞ്ഞ മാസം ചൈനയിൽ റിയൽമി ലോഞ്ച് ചെയ്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫോൺ സീരീസ് ഉണ്ട്. ഫോൺ സീരീസ് എന്ന് പറയുമ്പോൾ 2 ഫോൺസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഫോൺ സീരീസാണ് റിയൽമിയുടെ X7 പിന്നെ X7 Proയും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇൻട്രസ്റ്റിംഗ് ഫോൺസ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചിപ്സെറ്റ് ആണ്, പിന്നെ ഈ ഫോണിൻ്റെ പ്രൈസ് ഓബ്വിയസ്ലി ചൈനീസ് പ്രൈസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആ 2 ചിപ്സെറ്റ്സ് ആണ്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പ്രൈസ് കാറ്റഗറിയിലാണ് ഈ ഫോൺസ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് വന്ന റിപ്പോർട്ടും ന്യൂസ് അനുസരിച്ച്, അതും സ്പെഷ്യലി റിയൽമിയുടെ ഹെഡിൽ നിന്ന് തന്നെ വന്ന ന്യൂസാണ്, അവരതിനെ ഷെയർ ചെയ്തൊരു ഹിൻ്റാണ്. സോ മിക്കവാറും ഈ റിയൽമി X7 X7 Proയും ഇന്ത്യയിലേക്ക് തീർച്ചയായിട്ടും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം എന്തായാലും വരും, ഉറപ്പാണ്. ആദ്യം നമുക്ക് ഈ 2 ഫോൺസിൻ്റെയും, അതായത് റിയൽമി X7ൻ്റെയും X7 Proയിൻ്റെയും സ്പെസിഫിക്കേഷൻസ് നോക്കാം. സോ ഓബ്വിയസ്ലി റിയൽമി X7ൻ്റെ ഒരു പ്രോ വെർഷനാണ് റിയൽമി X7 Pro. 2 ഫോൺസിൻ്റെയും ബിൽഡ് നോക്കിയാൽ പ്ലാസ്റ്റിക് ബിൽഡാണ് കിട്ടുന്നത്. സോ ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡ് അല്ല, പ്ലാസ്റ്റിക് ബിൽഡാണ് കിട്ടുന്നത്. അതിനോടൊപ്പം ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ അവിടെയാണ് മെയിൻ ഒരു സംഭവം. സോ 2 ഫോൺസിലും സൂപ്പർ ആമുലേഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് റിയൽമി. പക്ഷേ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ റിയൽമി X7ൽ 60 ഹെർട്സിൻ്റെ സൂപ്പർ ആമുലേഡ് ഡിസ്പ്ലേ ആണെങ്കിൽ റിയൽമി X7 Proയിൽ 120 ഹെർട്സിൻ്റെ സൂപ്പർ ആമുലേഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേൻ്റെ സൈസിലും വ്യത്യാസമുണ്ട്. 6.4 ഇഞ്ചിൻ്റെ സൂപ്പർ ആമുലേഡ് ഡിസ്പ്ലേ ആണ് റിയൽമി X7ൽ. 6.55 ഇഞ്ചിൻ്റെ സൂപ്പർ ആമുലേഡ് ഡിസ്പ്ലേ ഉണ്ട് റിയൽമി X7 Proയിൽ. അങ്ങനെ ഡിസ്പ്ലേ വൈസ് വേറെ ക്വാളിറ്റിയിൽ വ്യത്യാസമൊന്നുമില്ല. ചിന്ന് ലേശം വലുതാണ്. റിയൽമി X7 Proയിൻ്റെ ഡിസ്പ്ലേൻ്റെ താഴെയുള്ള ചിന്ന് ലേശം വലുതാണ്. X7 Proയിൻ്റെ ചിന്ന് ചെറുതാണ്. അതുകൊണ്ടാണ് ആ ഒരു ഡിസ്പ്ലേ സൈസിൻ്റെ വ്യത്യാസം വരുന്നത്. പിന്നെ 2ലും ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. ചിപ്സെറ്റ് എടുത്ത് നോക്കിയാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ 2 ഫോൺസും ഇന്ത്യയിലേക്ക് വന്നാൽ ഫസ്റ്റ് ടൈം ആയിരിക്കും മീഡിയ ടെക്കിൻ്റെ ഡൈമെൻസിറ്റി ചിപ്സെറ്റ് ഉള്ള ഫോൺസ് ഇന്ത്യയിൽ വരുന്നത്. കാരണം ഈ 2 ഫോൺസിലും മീഡിയ ടെക്കിൻ്റെ ഡൈമെൻസിറ്റി ചിപ്സെറ്റ് ആണ്. റിയൽമി X7ൽ മീഡിയ ടെക് ഡൈമെൻസിറ്റി 800U 5G ചിപ്സെറ്റ് ആണ്. നെക്സ്റ്റ് X7 Proയിൽ മീഡിയ ടെക് ഡൈമെൻസിറ്റി 1000+ ചിപ്സെറ്റ് ആണ് വരുന്നത്. 2 ചിപ്സെറ്റും 5G സപ്പോർട്ട് ചെയ്യുന്ന ചിപ്സെറ്റ് ആണ്. പിന്നെ ഈ 2 ചിപ്സെറ്റുകളും 7 നാനോമീറ്റർ ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയതാണ്. അങ്ങനെ നോക്കുമ്പം ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയ സ്നാപ്ഡ്രാഗൻ്റെ 865 ആണെങ്കിലും 865+ ആണെങ്കിലും 7 നാനോമീറ്റർ ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിലും ലേറ്റസ്റ്റ് ആയ ഫാബ്രിക്കേഷൻ ടെക്നോളജി തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 2 ചിപ്സെറ്റുകളും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G എനേബിൾഡ് ചിപ്സെറ്റ് ആണ്. 2 ഒക്ടാ കോർ ചിപ്സെറ്റ് തന്നെയാണ്. X7ൻ്റെ ടോപ്പ് ക്ലോക്ക് സ്പീഡ് 2.4 GHz ആണ്. ഇവിടെ 2.6 GHzലാണ് വരുന്നത്. പിന്നെ അതിൽ വ്യത്യാസമുണ്ട്. GPUവിൽ ഇവിടെ മാലി G57 ആണെങ്കിൽ ഇവിടെ മാലി G77 ആണ് കിട്ടുന്നത്. ടോപ്പ് ക്ലോക്ക് സ്പീഡിൽ 0.2 GHzൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, എങ്കിലും നല്ല ഡിഫറൻസ് ഉള്ള 2 ചിപ്സെറ്റ് ആണ്. കാരണം ഇവിടെ റിയൽമി X7ലുള്ള ഡൈമെൻസിറ്റി 800U 5Gയിൽ 2 പെർഫോമൻസും പിന്നെ 6 എഫിഷ്യൻസി കോർസ് ആണ്. അതും പെർഫോമൻസ് കോർ കോർട്ടെക്സ് A76 ആണ്. ഇവിടെ 4 പെർഫോമൻസ് കോറുകളുണ്ട് 2.6 GHzയിൽ, അതും കോർട്ടെക്സ് A77 ആണ്. പിന്നെ 4 എഫിഷ്യൻസി കോർസും ഉണ്ട്. നമ്മൾ ഈ 2 ചിപ്സെറ്റിൻ്റെ അന്തുതു സ്കോർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ റിയൽമി X7ൻ്റെ 3,30,000 ആണ്. സ്നാപ്ഡ്രാഗൺ വെച്ച് കമ്പയർ ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി 765G, OnePlus നോഡിലൊക്കെ ഉള്ള 765G, കോൾകോം സ്നാപ്ഡ്രാഗൺ 765G ചിപ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയും ഇതിൻ്റെ ഒരു പവർ. അന്തുതു സ്കോറിൻ്റെ പവർ വെച്ച് നോക്കുമ്പം അതേ രീതിയിൽ X7 Proയിലുള്ള 1000+ ഡൈമെൻസിറ്റി 1000+ൻ്റെ അന്തുതു സ്കോർ നോക്കിയാൽ 4,70,000 അപ്രോക്സിമേറ്റ് അന്തുതു സ്കോറാണ്. ഇത് നമ്മൾ സ്നാപ്ഡ്രാഗൺ വെച്ച് കമ്പയർ ചെയ്താൽ റിയൽമി X2 Pro ഉണ്ടായിരുന്നല്ലോ, കോൾകോം സ്നാപ്ഡ്രാഗൺ 855+ ഉള്ള റിയൽമി X2 Proയിൻ്റെ ഓൾമോസ്റ്റ് എക്സാക്ട്ലി സെയിം അന്തുതു സ്കോറാണ് 4,70,000. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ റഫ്ലി നോക്കുകയാണെങ്കിൽ 855+ൻ്റെ ആ റേഞ്ചിലുള്ള അന്തുതു സ്കോറാണ്. സോ അന്തുതു സ്കോർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ പറഞ്ഞ ആ ഒരു 765Gയും പിന്നെ 855+ൻ്റെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്.
ആക്ച്വൽ പെർഫോമൻസ് ഈ ഫോൺസ് കയ്യിൽ കിട്ടിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അന്തുതു സ്കോർ ഒരു ജനറൽ ഐഡിയ നമുക്ക് എന്തായാലും കിട്ടും. ഇനി നമുക്ക് ക്യാമറ സെറ്റപ്പ് നോക്കാം. ഈ രണ്ട് ഫോൺസിലും എക്സാക്ട്ലി സെയിം ക്യാമറ സെറ്റപ്പ് ആണ്. 64 മെഗാ പിക്സലിൻ്റെ ആണ് പ്രൈമറി ക്യാമറ, പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് 2+2 ബാക്കി രണ്ട് ക്യാമറാസ്. സോ ഒരു മിഡ് റേഞ്ച് പ്രീമിയം മിഡ് റേഞ്ച് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ റിയൽമി X7 പ്രോയിൽ 4K 60 FPS കിട്ടുന്നുണ്ട് മാക്സിമം റെക്കോർഡിങ്സ് ഒരു റെസൊല്യൂഷൻ, പിന്നെ FPS. പക്ഷേ റിയൽമി X7ൽ 4K 30 FPS മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു സെൻസറിൻ്റെ വ്യത്യാസം കാണും തീർച്ചയായിട്ടും. സോ റിയൽമി X7ൽ മിക്കവാറും സോണി IMX682 ആയിരിക്കും. ഇവിടെ X7 പ്രോയിൽ സോണി IMX686 വരാനുള്ള സാധ്യതയുണ്ട്. സെൽഫി ക്യാമറ രണ്ടിലും 32 മെഗാ പിക്സലിൻ്റെ ആണ് സെൽഫി ക്യാമറ. രണ്ട് ഫോൺസിലുള്ള ബാറ്ററി നോക്കിയാൽ റിയൽമി X7ൽ 4300 mAh ബാറ്ററിയാണ്, റിയൽമി X7 പ്രോയിൽ 200 mAh കൂടുതലുണ്ട്, 4500 mAh ബാറ്ററിയാണ്. പക്ഷേ ചാർജിങ് രണ്ടിലും എക്സാക്ട്ലി സെയിം ആണ്. റിയൽമിയുടെ സൂപ്പർ ഡാർട്ട് ചാർജിങ് കിട്ടുന്നുണ്ട്. സോ ഇപ്പം എന്തായാലും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇന്ത്യയിലും ഫോർ എക്സാമ്പിൾ നാർസോ 20 പ്രോയിലും പിന്നെ റിയൽമി S7 പ്രോയിലൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സൂപ്പർ ഡാർട്ട് 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജിങ്. ഇതിലും ആ സെയിം എക്സാക്ട്ലി അതേ 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജിങ് ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് നോക്കിയാൽ അവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവം വരുന്നത്. ഇതുവരെ ചൈനയ്ക്ക് പുറത്ത് ഇത് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഗ്ലോബൽ പ്രൈസോ യൂറോപ്യൻ പ്രൈസോ ഡോളർ പ്രൈസോ ഒന്നും അറിയില്ല. ചൈനയിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ചൈനയിലുള്ള പ്രൈസ് എക്സാക്ട്ലി നമ്മൾ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ റിയൽമി X7ൻ്റെ 6GB വേരിയൻറ്റിൻ്റെ പ്രൈസാണ് RMB 1799. അത് നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി 19,610 റുപ്പീസാണ്. അതായത് 20,000 താഴെയാണ് വരുന്നത്. അത് ഓർക്കണം. ഇതിൻ്റെ ഒരു അന്തുതു സ്കോർ വെച്ചൊക്കെ നോക്കുമ്പം വളരെ നല്ല പെർഫോമൻസ് ഉള്ളൊരു ഫോണാണ്. 20,000 താഴെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതേ രീതിയിൽ റിയൽമി X7 പ്രോയിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് ചൈനീസ് പ്രൈസാണ് RMB 2199. അതായത് അപ്രോക്സിമേറ്റ്ലി 23,970 റുപ്പീസാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഈ രണ്ടും 6GB വേരിയൻസ് ആണ്. സോ റിയൽമി X7ൻ്റെ സ്റ്റാർട്ടിങ് 20,000 താഴെയും പിന്നെ റിയൽമി X7 പ്രോയിൻ്റെ സ്റ്റാർട്ടിങ് 25,000 താഴെയാണ് ആസ് പെർ ചൈനീസ് പ്രൈസ് കേട്ടോ. സോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും നമുക്ക് പറയാൻ കഴിയില്ല ഏത് പ്രൈസ് പോയിന്റിലാണ് റിയൽമി ഇത് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ രണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ചെറിയ ഡിസഡ്വാൻറ്റേജ് ആണോ അത് വലുതാണോ അതൊക്കെ യൂസർ ബേസ്ഡ് ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്. ആ രണ്ട് പോരായ്മകളാണ്. ഫസ്റ്റ് ആണ് ഇതിൽ എക്സ്പാൻഡബിൾ സ്റ്റോറേജിൻ്റെ ഓപ്ഷൻ ഇല്ല. സോ ഹൈബ്രിഡ് ഇല്ല, ഡെഡിക്കേറ്റഡും ഇല്ല. സെക്കൻഡ് ആണ് ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. സോ 20,000 താഴെ വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 20,000 താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഹെഡ്ഫോൺ ജാക്ക്. ഇനി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പം അതിൽ ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹൈബ്രിഡ് മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് കാണുമോ എന്നറിയില്ല. പക്ഷേ എന്തായാലും ഹെഡ്ഫോൺ ജാക്ക് കാണില്ല, അത് ഉറപ്പാണ്. ഈ രണ്ട് നെഗറ്റീവ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രണ്ട് നെഗറ്റീവ്സ് ആണ്, സ്പെഷ്യലി ഫോർ ഷവോമി. റിയൽമിക്ക് വേണ്ടിയല്ല, ഷവോമിക്ക് വേണ്ടി. കാരണം ഷവോമിയുടെ റെഡ്മി 10X സീരീസ് ഉണ്ടല്ലോ, 10Xും 10X പ്രോയും, ഇതിൻ്റെയും ഈ ഒരു ഫോൺസിൻ്റെയും ഓൾമോസ്റ്റ് എക്സാക്ട്ലി സ്പെഷ്യലി റിയൽമി X7 പ്രോയിൽ 1000+ ഡൈമെൻസിറ്റി ഉണ്ട്, അത് വിട്ടേക്ക്. നമ്മൾ റിയൽമി X7ഉം റെഡ്മി 10X സീരീസ് നോക്കിയാൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ പ്രൊസസ്സറിൻ്റെ കാറ്റഗറി നോക്കിയാൽ മേജർ വ്യത്യാസമുണ്ട്. കാരണം റിയൽമി X7ൽ ഡൈമെൻസിറ്റി 800U 5G ചിപ്സെറ്റ് ആണെങ്കിൽ റെഡ്മി 10Xലും റെഡ്മി 10X പ്രോയിലും എക്സാക്ട്ലി സെയിം ഡൈമെൻസിറ്റി 820 5G ചിപ്സെറ്റ് ആണ്. രണ്ടും 7 നാനോമീറ്റർ ആണെങ്കിലും ഇവിടെ 2.4 GHz രണ്ട് പെർഫോമൻസ് കോറിലാണ്, ഇവിടെ 2.6 GHz 4 പെർഫോമൻസ് കോറിലാണ്. സോ ബേസിക്കലി 800ഉം 10,000+ ഇടയിൽ വരുന്ന ഒരു ചിപ്സെറ്റാണ് 820. സോ നമ്മൾ പെർഫോമൻസ് അല്ലെങ്കിൽ അൺടു സ്കോർ വെച്ചുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. നമ്മൾ റിയൽമി X7 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റെഡ്മി 10X Pro ബെറ്റർ ഫോണാണ്. നമ്മൾ റെഡ്മി 10X 5G അല്ലെങ്കിൽ റെഡ്മി 10X Pro 5G എടുക്കുകയാണെങ്കിൽ അതിൽ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് ഉണ്ട്. ഡെഡിക്കേറ്റഡ് അല്ല, ഹൈബ്രിഡ് ഉണ്ട്, പക്ഷേ സ്റ്റിൽ ഉണ്ട്. മറ്റൊരു ഫീച്ചറാണ് അതിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. സോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് റിയൽമി അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തത്, ഹെഡ്ഫോൺ ജാക്ക് എടുത്ത് കളയാനുള്ള ഡിസിഷൻ. ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വരികയാണെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും റിയൽമിക്ക്. അത് സ്പെഷ്യലി ഈ നമ്മുടെ റിയൽമിയുടെ X7 സീരീസ് വരികയാണെങ്കിൽ ചിലപ്പം ഷവോമിയുടെ റെഡ്മി 10X സീരീസ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയില്ല, എന്തായാലും നോക്കാം. വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു ഫൈറ്റ് ആയിരിക്കും. സ്പെഷ്യലി ഡൈമെൻസിറ്റി പ്രൊസസ്സറുള്ള രണ്ട് ഫോൺസ് തമ്മിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ഫൈറ്റ് ആയിരിക്കും ഈ രണ്ട് സീരീസുകൾ വരികയാണെങ്കിൽ. നമുക്ക് എന്തായാലും നോക്കാം. തീർച്ചയായിട്ടും അറിയില്ല. എന്തായാലും റിയൽമിയുടെ X7 എന്തായാലും വരുന്നുണ്ട്. സോ ഇനി ഷവോമി റെഡ്മി 10X സീരീസ് ഇറക്കുമോ എന്നറിയില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.